ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. ഞങ്ങൾ ഈ പോകുന്നത് പാർക്കിലേക്കാണ് കേട്ടോ. കുറേ ആയി ബേബിക്കുട്ടി പറയണു അമ്മ അച്ഛൻ എത്രയായി പാർക്ക് പോയിട്ട് എന്ന്. സംഭവം അടുത്താണെങ്കിലും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. വെള്ളിയാങ്കല്ല് പാർക്കിലേക്കാണ് പോണത്. തൃത്താല കേട്ടോ, അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് കേട്ടോ. എൻ്റെ കോളേജ് തൃത്താല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവിടെ ആയിരുന്നു. 3 വർഷം ഞാൻ ഇവിടെയാണ് പഠിച്ചത് കേട്ടോ. അതാ അപ്പുറത്തെ സൈഡ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാടായി. എത്രയേറിയോ, ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഞങ്ങൾ കോളേജ് വിട്ടപ്പോൾ നല്ലതായി, അടിപൊളി സംഭവങ്ങളായി. ഇതാണ് കേട്ടോ എൻ്റെ കോളേജ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോളേജ് മാറ്റി മല റോഡ് ഭാഗത്തേക്ക് ആക്കി കേട്ടോ. ഞാൻ 3 വർഷം അവിടെയാണ് പഠിച്ചത്. അതൊക്കെ ഇതാണ് ഞങ്ങൾ പാലത്തിൽ കൂടെ ഒക്കെ നടന്ന ഓർമ്മകൾ എനിക്ക് ഓർമ്മ വരികയാണ് ഗൈസ്. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഓരോ സ്ഥലത്ത് കൂടെ പോയതും ഒക്കെ ഓർമ്മ വരികയാണ് എനിക്ക്. അപ്പോൾ അതാ പാർക്കിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെല്ലിക്ക ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ ഐസ്ക്രീം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് പണ്ടുണ്ട്. പിന്നെ അന്ന് ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാർക്കിക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ ഇവർ കുട്ടികളൊക്കെ ആയപ്പോഴാണ് പാർക്കിക്ക് കുട്ടികൾക്ക് വരാനൊക്കെ ഇഷ്ടമുള്ളത്. ഞാൻ മെയിനായിട്ട് പോണത് ഊഞ്ഞാലിരിക്കാനായിരുന്നു കേട്ടോ. പക്ഷെ ആ ഊഞ്ഞാൽ എണീറ്റ് തരാതെ ഇരിക്കുന്ന കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ പാർക്കിലേക്ക് കയറി ആ ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും ടിക്കറ്റ് വേണം കേട്ടോ, 10 രൂപ. പിന്നെ മുതിർന്നവർക്ക് 20 രൂപ, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ വേദുക്കുട്ടന് നമുക്ക് ടിക്കറ്റ് വേണ്ട, കാരണം വേദുക്കുട്ടന് 2 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അവന് ടിക്കറ്റ് വേണ്ട. ബാക്കി ഞങ്ങൾ 3 പേർക്കും ടിക്കറ്റ് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാർക്കിക്ക് വേദു വന്നിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. തോന്നുന്നു, പക്ഷേ ചെറിയ കുട്ടിയിലായിട്ട് വന്നിട്ടുള്ളത്. ഇവൻ ഇപ്പോൾ പോയിട്ടും അവൻ അത്രയ്ക്കൊന്നും അതായിട്ടില്ല. വല്ലാണ്ട് ഓടിക്കളിക്കുക അങ്ങനെ ഒന്നുമില്ല. ഒരു നോർമൽ പോലെ തന്നെയായിരുന്നു. ബേബിക്കാണ് പാർക്കിലേക്ക് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ശോഭനല്ലേ, മറ്റേ മാല ഒക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കാട്ടണം, അതുപോലെയാണ്. ഏതിൽ കയറണം, എവിടെ കയറണം എന്നാ ആകെ കുറച്ച് റൈഡേ ഉള്ളൂ. അതിൽ മാറി മാറി കയറി, അതന്നെ പണി. അപ്പോൾ വേദുവിനെ ഞങ്ങൾ ഫസ്റ്റ് ഇരുത്തിയത് ഈ ഊഞ്ഞാലിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുത്തി അവനെ ആട്ടി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവനത് മടുത്തിട്ട് അവൻ തന്നെ ചാടാൻ നോക്കി വീഴാൻ പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ അവൻ ഓരോരുത്തർ കൈ പിടിച്ചിട്ടൊക്കെ കൊണ്ടുപോകും. ബേബി പിന്നെ എല്ലാറ്റിലും തന്നെ പിന്നെ കയറിക്കോളുമല്ലോ, നമ്മുടെ ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ. ശനി ഞായറും നല്ല തിരക്കാണ് ഉണ്ടാവാറ് പൊതുവേ. പക്ഷെ ഞങ്ങൾ പോയ ശനിയാഴ്ച അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഉത്സവയിലൊക്കെ അവനെ പിന്നെയും ഇഷ്ടമായി കേട്ടോ. ഇതിലല്ല, വേറൊരു സംഭവമുണ്ട്, അതിൽ അവനെ നല്ല ഇഷ്ടമായി. പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂൾ കുട്ടികൾ, അങ്ങനെയൊക്കെ കുറേ പേർക്ക് നല്ല എൻജോയ്മെൻ്റ് ആണല്ലോ. കുട്ടികൾക്കാണല്ലോ മെയിൻ പാർക്ക്. വലിയവർക്ക് വന്നാൽ അവിടെ വന്നിരിക്കുക അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. യുവമിഥുനങ്ങളും ഒക്കെ അങ്ങനെ വന്നിരിക്കുക അങ്ങനെ ഉണ്ട്. അപ്പോൾ ബേദുവിനെ വിളിച്ചിട്ട് ബേബി ഇങ്ങനെ പോവുക. അപ്പോൾ ആ പുല്ലിൻ്റെ കൂടെ പോകണ്ട പറഞ്ഞതായിരുന്നു കേട്ടോ. വേറെ പോയപ്പോൾ അതാ വെള്ളിയങ്കല്ല് പാലൊക്കെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഇവിടെയാണ് കൂടുതൽ റൈഡ്സ് ഉള്ളത് കേട്ടോ. ഈ ഭാഗത്ത് നല്ല തണലും ഉണ്ട്. അവിടെയാണ് ഊഞ്ഞാൽ. ഞാൻ മെയിനും ഇങ്ങോട്ട് വരുന്നത് ആ ഊഞ്ഞാലിരിക്കുകയാണ്. 2 ഊഞ്ഞാൽ വലുതുണ്ട് അവിടെ. പക്ഷേ അതിലെന്താ വെച്ചാൽ അതിലിരിക്കുക അങ്ങനെ ക്യൂ നിൽക്കണ പോലെ. നമ്മളൊക്കെ ആരെങ്കിലും ഒന്നിലധികം പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എണീറ്റെടുക്കും. ചിലവരുണ്ട് അവിടെ തന്നെ ഇരിക്കും. ഞാൻ കേട്ടതാട്ടോ ഒരാൾ പറയണത്. എന്താ പറയുക, തിരിഞ്ഞു നോക്കിയാൽ ആ ബാക്കിലുള്ളവരോട് എഡിറ്റ് കൊടുക്കേണ്ടി വരുന്നത്. അങ്ങനത്തെ ആൾക്കാരെ പിന്നെ എന്താ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ റൈഡിൽ കയറിയിട്ട് ഇതിലൊന്നും ഞാൻ വേദൂട്ടനെ കയറ്റിയില്ല. കാരണം കണ്ട ആ ബാക്കിൽ ആ കുട്ടി മഞ്ഞ കയറണ ആ സ്റ്റെപ്പ് കയറിയിട്ടൊക്കെ പോണേ, വേദൂട്ടനെ പറ്റില്ല. പിന്നെ ഇതിലാണ് വേദൂട്ടനെ കൂടുതൽ ഇഷ്ടമായി. അവനെ അതിങ്ങനെ വരുമ്പോൾ നല്ല സുഖമുണ്ട്. പിന്നെ അതിങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല. അപ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ ചാടി വരാം. പിന്നെ ഇതിൽ കയറിയപ്പോൾ അവനെ അത്ര ഇഷ്ടമായില്ല കേട്ടോ. കാരണം ഇങ്ങനെ ആടണം, ഒരാൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടണം. അതത്ര വലിയ അവരെ കാര്യമില്ല. ഓടിപ്പോവട്ടെ, കുട്ടികളൊക്കെ കുറേ ഉണ്ട് ഇങ്ങനെ ഓടിപ്പോവാണ്, ആരാൻ കയറുകയാണേ. അപ്പോൾ ഇങ്ങനെ കയറുക കേട്ടോ. അപ്പോൾ അവരത്ര ആയിട്ടില്ലല്ലോ. അപ്പോൾ സ്റ്റെപ്പ് കയറണ്ട പറഞ്ഞതായിരുന്നു ഞങ്ങൾ. കാരണം ഇതിങ്ങനെ വളഞ്ഞ് വരുന്നത്. പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ ഓരോരുത്തർ അവിടെ നിൽക്കും. പിന്നെ ഇത് കുറേ ആയ കാരണം അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഉരുസി പോണില്ല. ആ ഉരുസുള്ള ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഇത് പോയിട്ടും കളറ് പോയിട്ടും ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞു കുട്ടിയൊക്കെ തന്നെ ഇങ്ങനെ കണ്ടു കേട്ടോ. പിന്നെയും കുറച്ച് വലിയ കുട്ടിയായാലും അത്രയെങ്കിലും എത്തണം വേദുവിന്, എന്നാലാണ് ഈ റൈഡിലൊക്കെ കയറാനൊരു രസം അറിയുള്ളൂ. ഇതിപ്പോൾ അവന് അത്ര അങ്ങോട്ട് ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അധികം ഇതിലൊന്നും കയറ്റില്ല. ഇങ്ങനെ അതൊക്കെ എടുത്തു കേട്ടോ. ഇതിലാണ് അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായുള്ളത്. നല്ല ഇഷ്ടമായില്ല അത്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ സമ്മതിച്ചില്ല കുറച്ച് നേരം. അവയിൽ തന്നെ ഒരുസണം എന്ന് പറയുന്നു. പിന്നെ ബേബിക്ക് എന്താ പ്രശ്നം വെച്ചാൽ, പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ച് വരാൻ അവൾക്ക് ഇഷ്ടമല്ല. ആ പാർക്കിൽ തന്നെ കിടന്നുറങ്ങണം എന്നുള്ളൊരു ഭാവമാണ്. അങ്ങനെയാണ് അവനെ കേട്ടോ ഈ വറക്കണ ഭാവം. ഇതാണ് അവനെ നല്ല ഇഷ്ടമായ റൈഡ്. ഇതുവോ ഈ ഉരുസണ സാധനം ഇഷ്ടമായോ?
അടിപൊളി അടിപൊളി യാത്ര അങ്ങനെ പറയണം കേട്ടോ. ബേബിക്ക് പിന്നെ ഈ റൈഡിൽ തന്നെ കയറുക അതന്നെ പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പാർക്ക് പോയാൽ കളിക്കണമല്ലോ. പിന്നെ ഇന്നും നമ്മൾ പോവില്ല, എപ്പോഴെങ്കിലൊക്കെ പോകുള്ളൂ. അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ, കാരണം അവിടെ ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ പോയില്ല. പിന്നെ ഈ ഭാഗത്ത് തന്നെ നിന്ന് തിരിഞ്ഞ് കളിച്ചു. അപ്പോൾ അതാ കണ്ട ഗൈസ് പാമ്പ്. ബേബിയെ പറഞ്ഞു ഇത് നീർക്കോലിയാണോ അത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ബേബി കരിമൂർക്കനാണ്, കരിമൂർക്കൻ. അമ്മ ഒന്ന് പോയേ പറഞ്ഞിട്ട് പാമ്പ് കണ്ടു കേട്ടോ. ഞാനെനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനൊക്കെ. അപ്പോൾ അവളിങ്ങനെ കാട്ടി തന്നതാണ് സൂം ചെയ്തിട്ട്. പിന്നെ ഇതാ പാർക്കിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചു കേട്ടോ, പൈതൃക പാർക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അവിടുന്ന് ഞാൻ ഉപ്പിലിട്ട ഇത് വാങ്ങി, പൈനാപ്പിൾ വാങ്ങി. എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. ഒന്നേ വാങ്ങിയിട്ടുണ്ട്, ഒന്നിനേറ്റ് 10 രൂപയ്ക്കാണ്. പിന്നെ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നല്ല വില ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഐസ്ക്രീമിനൊക്കെ ഈ ഊഞ്ഞാലാടി എന്താ ചേച്ചിയുടെ ഒക്കത്ത് ഇങ്ങനെ ചാരി ഇരിക്കും ഈ കാര്യങ്ങൾക്കൊക്കെ. എന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട നല്ല സുഖമാണല്ലോ, ഒരാളിങ്ങനെ ആട്ടിക്കൊടുക്കുകയാണല്ലോ, അപ്പോൾ ഇങ്ങനെ സുഖമായിട്ടിരിക്കാം. പിന്നെ കുട്ടികളെയൊക്കെ കണ്ട അവനെ ഹാപ്പിയാണ്. പിന്നെ വാശിയൊന്നും അങ്ങനെ പിടിക്കില്ല, അവനെ ഇഷ്ടമാണല്ലോ. അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾക്കാണല്ലോ പോണത്. വലിയ കളിയൊന്നും ഇല്ലെങ്കിലും അവനെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അവനെ അവന് ഈ ബൈക്കിൽ പോകാനും നല്ല ഇഷ്ടമാണ്. അവനത് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ബൈക്കിൽ യാത്ര ചെയ്യുക പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അവന്. ഓരോരുത്തരുടെ ബൈക്കിൽ പോകുമ്പോൾ ടാറ്റി ഉമ്മയൊക്കെ കൊടുക്കും. ആരാന്ന് പോലും അവനെ അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അങ്ങനത്തെ പിന്നെ ഈ ഊഞ്ഞാലിൽ കുറേ നേരം അവൾ ആടിയിട്ട്. അപ്പോൾ അവൾ പറയും സ്പീഡിലാട്ടമ്മേ സ്പീഡിലാട്ട്. ഞാൻ പറഞ്ഞു വല്ലാണ്ട് സ്പീഡിലാട്ട് ഈ ആ മരക്കൊമ്പിൽ പോയി ഇരിക്കും പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയങ്കല്ല് പാലത്തിൻ്റെ ആ ഭാഗമാണ് ഞങ്ങൾ കണ്ടത്. ആർക്കെങ്കിലൊക്കെ അറിയുണ്ടാവും പാലത്തിൻ്റെ എന്താ തല വെള്ളിയങ്കല്ല് എന്നൊക്കെ പറയുന്ന കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയുണ്ടാവും. പിന്നെ ദൈ രണ്ടിൽ ഇരുന്നു കേട്ടോ. പക്ഷെ വേദു പേടിച്ചു കണ്ട. വേദു അത്യാവശ്യം പേടിയുള്ളൊരു കൂട്ടത്തിലാണ്, അങ്ങനെ പേടിയില്ലാത്ത കുട്ടിയൊന്നുമല്ല. ഒരാളിരുന്നാലേ അത് പൊന്തുള്ളൂ. അപ്പോൾ വേദുവിനെ പേടിയായി. അപ്പം ഞങ്ങൾ ഇരുത്തിയില്ല. അവൾക്ക് കണ്ടോ അതിനോട് വലിയത് തോന്നിയില്ല, കാരണം ഒരാൾ ഇങ്ങനെ ഇരിക്കണമല്ലോ അവിടെ. അവനാണെങ്കിൽ അത് പേടിയായിരുന്നു. അവനത് നല്ല ഇഷ്ടപ്പെട്ടു. വണ്ടി ഓടിക്കുക പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് വണ്ടി ഓടിക്കായിരുന്നു കേട്ടോ അവൻ്റെ പണി. അത് പിന്നെ നല്ല ഇഷ്ടമാണ്. വണ്ടികളൊക്കെ വീട്ടിൽ കാണുന്നതുകൊണ്ട് അത് ഇഷ്ടമായിട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇതങ്ങനെ വരയ്ക്കണ ഒരാളുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വെറുതെ നോക്കി. പിന്നെ ഞങ്ങൾ മേഴത്തൂർക്ക് പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.